ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ ആദിലയും അതേപോലെ തന്നെ അനുമോളും മുട്ടൻ ഫൈറ്റാണ്, പില്ലോ ഫൈറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ ആദിലേനെ ഇവിടെ അനുമോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അടിച്ചാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ തന്നെയുള്ളൊരു കോമഡി പോലെ ഒരു തർക്കമാകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ തന്നെ ഒരു കളി പോലെ വട്ടം ചുറ്റി പില്ലോയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടിക്ക് നല്ല ഫോഴ്സ് ഉണ്ട്, ചെറിയ അടിയല്ല, നല്ല രീതിയിൽ തന്നെ കാലിലിട്ടും തലക്കെട്ടും അങ്ങനെ പല ഭാഗങ്ങളിൽ കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യം തന്നെ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നൊരു വാണിംഗ് വരുന്നുണ്ട്, പ്രോപ്പർട്ടീസ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതിനുശേഷം ആദില നിർത്തിയിട്ടും വീണ്ടും അനുമോൾ വന്ന് രണ്ടാമതൊരു അടിയും കൂടെ അടിക്കുന്നുണ്ട്. അനുമോൾ എന്താണ് പറയുന്നത് കേൾക്കാൻ മനസ്സിലാക്കുന്നില്ലേ, നിങ്ങളോട് എത്ര തവണ പറഞ്ഞു എന്നുള്ള രീതിയിൽ ചോദിച്ച് വീണ്ടും അനുമോൾക്ക് ഒരു വാണിംഗ് കൊടുക്കുന്ന ബിഗ് ബോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ആണെങ്കിലും പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ വെച്ച് അനുമോളെ നമുക്ക് ജയിൽ നോമിനേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ സാവു പറയുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ പാചകത്തിലോട്ട് തുടങ്ങാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം അവിടെ അതിൽ പങ്കെടുക്കുകയില്ലേ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല, കിച്ചണിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല ഉച്ചയ്ക്ക് നടക്കുന്ന ഒരു അടി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം എന്താണ് എന്നുള്ളത്. എന്തായാലും അക്ബർ ഇവിടെ പാത്രം കഴുകുന്ന സമയത്താണെങ്കിലും പറയുന്നുണ്ട് ഇവിടെ കൃത്യമായ രീതിയിൽ വെള്ളം പോലും ഒഴിച്ചു വെക്കാതെ ഭയങ്കര ഡ്രൈ ആയിട്ടിരുന്നാണ് ഞാനിപ്പോൾ പാത്രം കഴുകുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അനീഷേട്ടൻ കഴുകുമെന്നുള്ള രീതിയിൽ അനു പറയുന്നുണ്ട്, വേണ്ട ഞാൻ തന്നെ കഴുകിക്കോളാം, ഞാനത് പറഞ്ഞതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നീട് ഇപ്പം KP നമ്പൂതിരിയുടെ ആ ഒരു ഏറ്റവും നല്ല ബെസ്റ്റ് ഡെൻ്റൽ കെയർ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ടാസ്ക് നടക്കാൻ വേണ്ടി പോവാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നത്.